മന്ത്രി മുഖ്യരെ, ക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാം മന്ത്രി ഏൽപ്പിക്കുകയാണ്. അതിനാവശ്യമായ ക്ഷേത്രശില്പികളെയും കല്ലാശാരിമാരെയും കണ്ടെത്തി വരും സ്വർഗവാതിൽ ഏകാദശി നാളിനു മുൻപ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കണം. ഉത്തരവ് പ്രഭു. അങ്ങയുടെ നിശ്ചയം അടിയൻ പ്രാവർത്തികമാക്കിയിരിക്കും. ശേഷം കാര്യങ്ങൾ രാജ്യസഭ കൂടി ആലോചിക്കാം. കൽപ്പന പോലെ. മന്ത്രിമുഖ്യരെ, അങ്ങ് എന്ത് ധൈര്യത്തിലാണ് ക്ഷേത്ര നിർമ്മാണം സ്വർഗവാതിലെ ഏകാദശിക്ക് മുൻപ് പൂർത്തിയാക്കാമെന്ന് മഹാരാജാവിന് ഉറപ്പു നൽകിയത്? മഹാരാജാവ് ഭാവന ചെയ്യും പ്രകാരം ആദിനാരായണന്റെ ബൃഹത് ക്ഷേത്രം പൂർത്തിയാക്കണമെങ്കിൽ തുലോം കുറഞ്ഞത് 2-3 ആണ്ടുകൾ വേണമെന്നാണ് നമ്മുടെ നിഗമനം. നമ്മുടെ ശിരസ് നിലത്തുരുളുന്നത് കാണാൻ അങ്ങേക്ക് താല്പര്യമുണ്ടോ? മഹാരാജാവിന്റെ ക്ഷിപ്രകോപവും വാശിയും അങ്ങേക്കും അറിവുള്ളതല്ലേ? മഹാരാജാവ് ഒന്ന് നിശ്ചയിച്ചാൽ അത് വ്യതിയാനപ്പെടുത്താൻ സാക്ഷാൽ ആദിനാരായണൻ തന്നെ അവതരിക്കേണ്ടി വരും. രാജ്യത്തിന്റെ കരംപെരുവിന്റെ ചുമതലയല്ല മഹാരാജാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ ആദിനാരായണന്റെ ക്ഷേത്ര നിർമ്മാണമാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ പാതാരവിന്ദങ്ങളിൽ രാജ്യഭാരം സമർപ്പിച്ചു വാഴുന്ന മഹാരാജാവിന് നാരായണനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ജീവശ്വാസം പോലെ നാരായണ മന്ത്രം ഉരുവിട്ട് കഴിയുന്ന മഹാരാജാവ് കൽപ്പിച്ച നേരത്തിനുള്ളിൽ ക്ഷേത്രം പൂർത്തിയായില്ലെങ്കിൽ ശിരച്ഛേദം തന്നെയാണ് ശിക്ഷയെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഗുരു നാം ഈ പരീക്ഷണത്തിന് വാക്കുറപ്പേകിയത്. ഇനിയെല്ലാം ആദിനാരായണന്റെ ഇംഗിതം പോലെ. നമുക്കുറപ്പുണ്ട്, സാക്ഷാൽ ആദിനാരായണൻ തുണയ്ക്കും. ശരി, നാം മുഹൂർത്തം കുറിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നല്ല തീരുമാനം. ഓം സഹസ്രാക്ഷായ നമഃ. ഓം സഹസ്രപദേ നമഃ. ഓം അവവർഗപ്രദായ നമഃ. ഓം അനന്തായ നമഃ. ഓം താരകായ നമഃ. ഓം പരമേശ്വരായ നമഃ. ശിവായ. ഓം നമഃ 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 ശിവായ. മഹാശിവരാത്രിയായ ഇന്ന് പൂജ ചെയ്യാൻ ബ്രാഹ്മണ ശ്രേഷ്ഠനായ അങ്ങേ തന്നെ ലഭിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു. ശിവരാത്രി വ്രതത്തിന്റെ വിശിഷ്ടതയും ഐതിഹ്യവുമെല്ലാം അങ്ങിൽ നിന്ന് കേൾക്കാൻ ഇവിടെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനെന്താ, പറയാമല്ലോ. എല്ലാവരും ഇരിക്കൂ. ശിവപ്രീതിക്കായി ദേശശൈവ വ്രതങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ശിവരാത്രി വ്രതത്തിനുള്ളത്. 1000 ഏകാദശി വ്രതത്തിന്റെ ഫലമാണ് ശിവരാത്രി വ്രതത്തിന്റെ ഉപവാസം കൊണ്ട് ലഭിക്കുക എന്നാണ് പ്രമാണം. ശിവപ്രീതി ലഭിക്കാൻ ശിവരാത്രി വ്രതത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വ്രതം ഇല്ല തന്നെ. തിരുമേനി, ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്നതിന്റെയും അടിസ്ഥാന ലക്ഷ്യം ബ്രഹ്മജ്ഞാനം നേടി മോക്ഷപദത്തിലെത്തുക എന്നുള്ളത് തന്നെയല്ലേ? വ്രതങ്ങളെല്ലാം സൗഖ്യവും മോക്ഷവും പ്രദാനം ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ശിവരാത്രി വ്രതത്തിന് അതിലുപരി ഒരു സന്ദേശം കൂടിയുണ്ട്. സംയമനം കൊണ്ട് തിന്മയെ നശിപ്പിച്ച് നന്മയെ സ്വീകരിക്കാൻ കഴിയുക എന്ന മഹാസന്ദേശം. പണ്ട് ദുർവാസാവിന്റെ ശാപം മൂലം ജരാനര ബാധിച്ച ദേവസമൂഹം ശാപമുക്തി ലഭിക്കുന്നതിനായി ശ്രീ മഹാവിഷ്ണുവിന്റെ ഉപദേശമനുസരിച്ച് തന്ത്രത്തിൽ അസുരന്മാരെ കൂട്ടുപിടിച്ച് പാലാഴി മഥനം ആരംഭിച്ചു. മന്ദരപർവ്വതമായിരുന്നു കടക്കോൽ, വാസുകി പാശവും. വാസുകിയുടെ ശിരോഭാഗത്ത് അസുരന്മാരും വാലറ്റത്ത് ദേവന്മാരും നിരന്നു. അങ്ങനെ പാലാഴി മഥനം ആരംഭിച്ചു. പാലാഴി മഥനത്തിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ
അസുരതാടനമേറ്റ് തളർന്ന വാസുകി കാളകൂടമെന്ന ഉഗ്രവിഷം തന്റെ വദനത്തിലൂടെ പുറന്തള്ളി. ആ വിഷജ്വാലകൾ ഭൂമിയിൽ പതിച്ചാൽ തൽക്ഷണം ഭസ്മീകരിക്കപ്പെട്ടേനെ ഈ ഭൂമണ്ഡലമാകെ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രീ പരമേശ്വരൻ സർവസംഹാരശക്തിയായ കാളകൂട വിഷത്തെ തന്റെ കൈക്കുമ്പിളിലേക്ക് വാങ്ങി. ഭഗവാനെ പരമേശ്വര, സർവസംഹാരശേഷിയുള്ള കാളകൂടമാണ് അങ്ങ് കരങ്ങളിൽ ഏന്തിയിരിക്കുന്നത്. അതിലെ ഒരു കണം താഴെ പതിച്ചാൽ ആ ക്ഷണം സകല ചരാചരങ്ങളും നാമാവശേഷമാകും, ഇവിടം ശൂന്യമാകും. ഈ ആപത്ഘട്ടത്തിന് എന്താണ് ഒരു പരിഹാരം? വൈകുണ്ഠനാഥ, അങ്ങയുടെ ആകുലതയും ഉത്കണ്ഠയും നാം മനസ്സിലാക്കുന്നു. അങ്ങ് ചഞ്ചലചിത്തനാകാതിരിക്കൂ. എൻ്റെ കൈകളിലേക്ക് ഞാൻ സ്വീകരിച്ച ഈ കൊടിയ വിഷം ആർക്കും ഒരാപത്തും വരുത്താതെ നാം പരിഹാരം കണ്ടുകൊള്ളാം. അരുത് ഭഗവാനെ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങ് ഈ കാളകൂട വിഷം പാനം ചെയ്യരുത്. അമ്മയും ഈ ദേവവൃന്ദത്തെയും അനാഥരാക്കരുത്. അങ്ങ് ഈ വിഷം പുറത്തേക്ക് കളയൂ. അരുത് കൈലാസപതി, ആ കാളകൂട വിഷം അങ്ങ് പുറന്തള്ളരുത്. അതിന്റെ വിഷജ്വാലകൾ സർവനാശം വിതയ്ക്കും. സാക്ഷാൽ കൈലാസനാഥൻ ആകെ ദയനീയാവസ്ഥയിലായി. കാളകൂടം പുറത്തേക്ക് വമിച്ചാൽ ജീവജാലങ്ങൾ നശിക്കും. ഉള്ളിലെത്തിയാലോ പാർവതീദേവി അനാഥയാകും. ശ്രീപരമേശ്വരന്റെ കണ്ടത്തിലിരിക്കുന്ന കാളകൂട വിഷം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകാവുന്ന കൊടിയ ആപത്തിന്റെ അനന്തരഫലം മനസ്സിലാക്കിയ പാർവതീദേവിയും ദേവവൃന്ദങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉറങ്ങാതെ കാവലിരുന്നു. ശ്രീപരമേശ്വരന്റെ കണ്ടത്തിൽ ഉറച്ച ആ കാളകൂട വിഷത്തിന്റെ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുവാനും തണുപ്പിക്കുവാനും പാർവതിയും വിഷ്ണുവും ദേവഗണങ്ങളും വീശിക്കൊണ്ടേയിരുന്നു. കാളകൂടം കണ്ടത്തിൽ വഹിച്ച നാൾ മുതൽ സാക്ഷാൽ കൈലാസനാഥൻ ശ്രീനീലകണ്ഠൻ എന്ന നാമത്തിലും അറിയാൻ തുടങ്ങി. ദേവവൃന്ദങ്ങളും പാർവതീദേവിയും ഉറക്കമൊഴിച്ച് ഭഗവാന് കൂട്ടിരുന്ന ആ ദിനത്തിന്റെ സ്മരണ നിലനിർത്താനാണ് ഭക്തജനങ്ങൾ ശിവരാത്രി വ്രതം ആചരിക്കുന്നത്. ശിവരാത്രി ദിനത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ സ്നാനം കഴിച്ച് വിഭൂതി അണിഞ്ഞ് ആഹാരനീഹാരാദികൾ ത്യജിച്ച് ശിവപൂജയോടെ ആ പകലും രാവും അടുത്ത പകലും നിദ്രാവിഹീനരായി കഴിയണം. ഈ സമയങ്ങളിൽ ശിവമന്ത്രങ്ങളും മഹാദേവന്റെ പുണ്യകഥകളും ശ്രവണം ചെയ്യണം. അന്ന് സന്ധ്യയ്ക്ക് ചന്ദ്രോദയം കണ്ട് പാരണ വീടി വ്രതം അവസാനിപ്പിക്കാം. അപ്രകാരം ചെയ്യുന്നവർക്ക് ജനനമരണ ചക്രങ്ങളിൽ നിന്ന് മുക്തി നേടി സായൂജ്യം ലഭിക്കുന്നതാണ്. ഈ രാവിൽ നിറദീപങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കി ഈ ആശ്രമം നമുക്ക് ഒരു ശൈവഭൂമിയാക്കി മാറ്റണം. ഓം ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം വിനായിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം രാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കവർഗേ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം സുരവരേ നമഃ. ഓം കഠാംഗിനേ നമഃ. ഓം വിഷ്ണുവല്ലഭായ നമഃ. ഓം ശിശിവിഷ്ടായ നമഃ. ഓം അംബികാനാഥായ നമഃ. ഓം ശ്രീകഠായ നമഃ. ഓം ഭഗവത്സായ നമഃ. നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ 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 നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ
മന്ത്രി മുഖ്യൻ, മന്ത്രി, മന്ത്രി, എന്താ തിരുമനസേ? കേൾക്കുന്നില്ലേ ശൈവന്മാരുടെ മന്ത്രാഘോഷം? വിഷ്ണു സഹസ്രനാമം ഉള്ളി ജപിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഏകാഗ്രയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. ഉപാസന മൂർത്തിയുടെ അപ്രീതിക്ക് വിധേയനായാൽ നമ്മുടെ കുലവും ഗോത്രവും ക്ഷയിക്കും. ശിവാരാധനയ്ക്കും ശിവമന്ത്രങ്ങൾക്കും വിലക്ക് കൽപ്പിച്ച ഈ രാജ്യത്ത് അത് ധിക്കരിച്ച് ആ ചുടല ഭസ്മധാരിയെ ആരാധിക്കുന്ന സകല ശൈവന്മാരെ ഉടൻ ഉന്മൂലനം ചെയ്യണം. വേഗം പുറപ്പെടൂ. ഉത്തരവ് മഹാരാജ. ഹേ വൃത്തതാമസ, നിർത്തൂ നിങ്ങളുടെ പൂജയും കർമ്മങ്ങളുമെല്ലാം. ശൈവാരാധനയും ശിവമന്ത്രോച്ചാരണവും ഈ രാജ്യത്ത് നിഷിദ്ധമാണെന്ന് അറിവുള്ളതല്ലേ? നമ്മുടെ സാന്നിധ്യത്തിൽ പോലും മന്ത്രജപം നിർത്താൻ നിങ്ങൾ തയ്യാറല്ലേ? അത്രയ്ക്ക് അഹങ്കാരമോ? രാജകൽപ്പന ലംഘിച്ച് ശൈവാരാധന നടത്തുന്ന ഇയാളെയും ഈ ആശ്രമത്തെയും അഗ്നിക്കിരയാക്കുവാൻ നാം കൽപ്പിക്കുന്നു. അരുത്, ആശ്രമം അഗ്നിക്കിരയാക്കരുത്. ശ്രീ മഹാദേവ, തിരുവള്ളം കൊണ്ട് പൊറുക്കണം. അപ്പോ മന്ത്രജപം അവസാനിപ്പിക്കാൻ അറിയാം. ഈ രാജ്യത്ത് ശിവോപാസകർക്ക് സ്ഥാനമില്ലെന്ന് അറിഞ്ഞിട്ടും ശൈവാരാധനയ്ക്ക് ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത്? മഹാമന്ത്രി, അങ്ങ് ക്ഷമിക്കണം. നാമം നമ്മുടെ ആശ്രമവാസികളും മനഃപൂർവ്വം രാജകൽപ്പന ലംഘിച്ചതായി വിചാരിക്കരുത്. ഈ ശിവരാത്രി നാളിൽ ശൈവരായ ഞങ്ങൾക്ക് ശിവപൂജ ചെയ്യാതിരിക്കാൻ കഴിയില്ല. നാം ഒരിക്കലും ആദിനാരായണനെയോ വൈഷ്ണവാരാധന ക്രമങ്ങളെയോ അപമാനിച്ചിട്ടില്ലെന്നറിഞ്ഞാലും ഗുരുപരമ്പര പ്രകാരം നാമം ആശ്രമവും കാലങ്ങളായി ശൈവാരാധന അനുവർത്തിച്ചു പോരുകയാണ്. ഇന്നും അത് തുടരുന്നു. പെട്ടെന്ന് നമ്മുടെ ആരാധനക്രമങ്ങളെ കൈവെടിയുക പ്രാണത്യാഗത്തിന് തുല്യമാണ്. എങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ നാം ഒരിക്കലും വിസ്മരിക്കുന്നില്ല എന്ന് അറിഞ്ഞാലും നമ്മെ വിഡ്ഢിയാക്കുകയാണോ? ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഉപായം കൊള്ളാം. ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ വൈമനസ്യമുള്ള നിങ്ങൾ ആ പുണ്യ പരമാത്മാവിനെ സ്മരിച്ചിട്ടെന്ത് കാര്യം? ഏത് മൂർത്തിയെ ഉപാസിക്കണമെന്ന് നിശ്ചയിക്കേണ്ട സ്വാതന്ത്ര്യം ഭക്തർക്ക് അവകാശപ്പെട്ടതല്ലേ? പ്രജകളെ ശൈവരെന്നും വൈഷ്ണവരെന്നും വിഭജിച്ചകറ്റുന്നത് പ്രജാക്ഷേമ തൽപരനായ മഹാരാജന് ഉചിതമാണോ? പൊന്നു തമ്പുരാന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീകളെയും കുമാരിമാരെയും ബാലികമാരെയും ഉപദ്രവിക്കുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യവും നയവും അല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളെ ഇപ്പോൾ വെറുതെ വിടുന്നു. ശിക്ഷിക്കേണ്ടത് ഈ ശൈവ താപസനെയാണ്. രാജ്യദ്രോഹിയായ ഇയാളെ ബന്ധിച്ച് ഉടൻ കൊട്ടാരത്തിലെത്തിക്കുക.
ഇയാൾ പൂജിക്കുന്ന ഈ ശിവലിംഗമെടുത്ത് ഇയാളുടെ തന്നെ ചുമലിൽ വെക്കുക. ഈ ശിവലിംഗവും ചുമന്നുകൊണ്ട് വേണം ഇയാൾ കൊട്ടാരത്തിലെത്തേണ്ടത്. ഇയാൾക്കുള്ള ശിക്ഷ എന്താണെന്ന് മഹാരാജാവ് കൽപ്പിക്കും. വേഗമാവട്ടെ. തപശക്തിയുള്ളവരോട് എതിർക്കുന്നത് അഗ്നിയോട് എതിർക്കുന്നത് പോലെ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം. കിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം. പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര